2026 SCRന്റെ കരട് വോട്ടർ പട്ടികയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് വളരെ പ്രധാനമാണ്. എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകിയവരുടെ പേരുകൾ കരട് വോട്ടർ പട്ടികയിൽ ഉണ്ടാകും. എങ്ങനെ അത് കണ്ടുപിടിക്കാം എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ SIR രാജ്യത്ത് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി നമ്മൾ വോട്ടർമാരെല്ലാം BLOമാർക്ക് എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിച്ച് നൽകിയിട്ടുണ്ട്. 2002 SIRൽ ഉൾപ്പെടാത്തവരുമെല്ലാം ഇങ്ങനെ ഫോം പൂരിപ്പിച്ച് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ കരട് പ്രസിദ്ധീകരിച്ചു. അതായത് എന്യൂമറേഷൻ ഫോമിൽ ഒപ്പിട്ട് നൽകിയവരുടെ എല്ലാം പേര് ഉൾപ്പെടുത്തിയാണ് കരട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിട്ടുമുള്ളത്. അപ്പോൾ നമ്മുടെ പേര് പുതിയ SIR ലിസ്റ്റിൽ ഉണ്ടോ? എങ്ങനെയൊക്കെ സെർച്ച് ചെയ്യാം? ഇത് സെർച്ച് ചെയ്യാൻ രണ്ട് മാർഗങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ electoralsearch.eci.gov.in എന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ നമുക്ക് അറിയാൻ സാധിക്കും. രണ്ട് മാർഗങ്ങളുണ്ട്. ഒന്ന് എപ്പിക് നമ്പർ, അതായത് നമ്മുടെ വോട്ടർ കാർഡിൽ നമ്മുടെ എപ്പിക് നമ്പർ ഉണ്ടാകും. ഒറ്റ നമ്പറേ ഉണ്ടാവുള്ളൂ, ഒരാൾക്ക് ഒരു നമ്പറാണ്. പിന്നെ നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്യാം. അപ്പോൾ ഈ എപ്പിക് നമ്പറും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും ഇത് രണ്ടും നമ്മൾ ഈ BLOയ്ക്ക് കൊടുത്തിട്ടുള്ള എന്യൂമറേഷൻ ഫോം ഉണ്ടല്ലോ അതിൽ എഴുതി കൊടുത്തിട്ടുണ്ടാകും. എന്തായാലും എപ്പിക് നമ്പർ ഉറപ്പായും എഴുതി കൊടുത്തിട്ടുണ്ടാകും. മൊബൈൽ നമ്പർ നിർബന്ധമല്ല. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് എപ്പിക് നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്യാം. സെർച്ച് അപ്പോൾ ഹരി 2025 SIR പട്ടികയിൽ കരട് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെത് ഇപ്പോൾ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. 84 18 87. അപ്പോൾ എൻ്റെ മൊബൈൽ നമ്പർ രണ്ടുപേര്. ഒരേ നമ്പറിൽ രണ്ടുപേര് എൻ്റെ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുക. അതായത് എൻ്റെ നമ്പറിൽ ഞാൻ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ രണ്ടാമത്തെ ആള് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള ആളാണ്, അബ്ദുൾ റസാഖ് എന്ന പേര്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം ഒരുപക്ഷെ BLO എൻ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഈ അബ്ദുൾ റസാഖിൻ്റെ നമ്പർ തെറ്റായിട്ട് എൻ്റർ ചെയ്തായിരിക്കാം. അല്ലെങ്കിൽ ഈ അബ്ദുൾ റസാഖ് കൊടുത്ത എന്യൂമറേഷൻ ഫോം ഉണ്ടല്ലോ അതിൽ നമ്പർ തെറ്റായിട്ട് എഴുതിയതായിരിക്കാം. എന്തായാലും അതൊരു പ്രശ്നമല്ല. കാരണം എപ്പിക് നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്യുമ്പോൾ എൻ്റെ പേര് മാത്രമേ വന്നിട്ടുള്ളൂ. വ്യൂ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ തെറ്റായ നമ്പർ കൊടുത്ത ആളുടെ വിവരം ഈ BLOയുടെ നമ്പർ കിട്ടും. ആ BLOയുമായിട്ട് ബന്ധപ്പെടാം. ഇനിയിപ്പോൾ അബ്ദുൾ റസാഖിന്റെ എപ്പിക് നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്യുമ്പോഴും അദ്ദേഹത്തിന്റെ പേര് മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഈ മൊബൈൽ നമ്പർ എന്നത് നിർബന്ധമുള്ള കാര്യമല്ല. പക്ഷെ അബ്ദുൾ റസാഖ് അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്താൽ കിട്ടില്ല. കാരണം അബ്ദുൾ റസാഖിന്റെ നമ്പർ എന്നുള്ള പേരിൽ BLO എൻ്റർ ചെയ്ത് കയറ്റിയിരിക്കുന്നത് എന്റെ നമ്പറാണ്. അല്ലെ ഈ പ്രശ്നങ്ങൾ കാണുമ്പോൾ നമ്മൾ തിരുത്താനുള്ള സമയം വേണ്ടേ? ഇത് മാത്രമല്ല, ഒരുപാട് പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടാകും. പലരുടെയും പേരിന്റെ അക്ഷരം തെറ്റായിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് പിഴവുകൾ കണ്ടെത്തിയിട്ടുണ്ടാകും. എന്ന് വെച്ചാൽ ഇതൊരു കരടാണല്ലോ. അപ്പോൾ ഒരു മാസം സമയം, അതായത് ജനുവരി മാസം 22, ഇന്ന് 23, ജനുവരി 22 വരെയുള്ള സമയം ഈ തിരുത്തലിനും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വേണമെങ്കിൽ അതൊക്കെ നിർദ്ദേശിക്കാൻ അല്ലെങ്കിൽ അതിനുള്ളൊരു അവസരവും സമയമാണിത്. ഈ കരട് പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് പുതിയ വോട്ടറായിട്ട് അവരുടെ പേര് ചേർക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ രീതി. എന്തായാലും രാഷ്ട്രീയ പാർട്ടികൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാകും, പരാതികൾ കാണും. അതെല്ലാം തന്നെ ഇന്നും അടുത്ത ദിവസങ്ങളിലുമായി പുറത്തു വരികയും ചെയ്യും.